ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രണയബന്ധത്തിലുള്ള ഒരു പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് അവരിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് പാരൻസിനൊക്കെ കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലൊക്കെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഈ ലക്ഷണങ്ങളൊക്കെ ആ ഒരു പേഴ്സണിൽ കാണുകയാണെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രണയമുള്ള ഒരു പേഴ്സണെ കാണുന്ന സമയത്ത് അവരിൽ കാണുന്ന സൈനുകൾ, ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക ആളുകളിലും കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങി കുറച്ചായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. സോ അത് നമ്മുടെ മുഖത്ത് കാണുന്നുള്ളതാണ്. മീൻസ് നമ്മളെപ്പോഴും ഈ മുഖത്ത് ഇങ്ങനെ പുഞ്ചിരി എപ്പോഴും ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചിരിക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കതൊരു റീൽസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ചിരിക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിരിയായിരിക്കും അവരുടെ മുഖത്ത് കാണാനായിട്ട് കഴിയാം. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു ലക്ഷണമാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ഇപ്പൊ അവർ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലരുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്കത് ഫ്രണ്ട്സ് ആണെന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം അവർ നടക്കുന്ന ആ സ്റ്റൈലിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ്. പ്രണയിക്കുന്ന ആളുകളെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മെല്ലെയാണ് അവർ നടക്കുകയുള്ളൂ. കാരണം ഇവർക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അപ്പോൾ ഇവരെ അതെങ്ങനെ സംസാരിച്ച് മെല്ലെ മെല്ലെ നടന്നു പോകുന്നുണ്ടാവുള്ളൂ. അവരൊരിക്കലും പെട്ടെന്ന് പോകണം എന്നുള്ള ആ ഒരു രീതിയിലാവില്ല നടക്കുന്നുണ്ടാവുക. തനിയെ മീൻസ് രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ച് അവരുടെ കൂടെ വേറെ ആളുകളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അവർ നടക്കുക എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ടായിരിക്കും അവർ രണ്ടുപേരും നടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രണയിക്കുന്ന ആളുകൾ ദിവാസ്വപ്നം കാണുന്ന ആളുകളായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതായത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകിട്ടും. സോ അതുകൊണ്ട് തന്നെ പരിസര ബോധം തീരെ ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പം നമ്മളൊന്ന് പോയി വിളിക്കുകയാണെങ്കിൽ പോലും ഇവർ അറിയുന്നുണ്ടാവില്ല. 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വിളിക്കുമ്പോഴായിരിക്കും ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് നമ്മളെ നോക്കുന്നുണ്ടാവുക. എന്നിട്ടായിരിക്കും എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവുക. ഇത് ഒട്ടുമിക്ക ആളുകളും കാണുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ തന്നെയാണ്, അവരിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതായത് സ്വപ്നം കാണാൻ മീൻസ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് യാതൊരു ബോധവും ഇല്ലാതൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഏതോ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവരെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇവർ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഇരിക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ റൂമൊക്കെ ഡോർക്ക് ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇവർ ഇരിക്കുന്നുണ്ടാവുക. അതായത് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാവും ഇവർ വിചാരിക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെങ്ങാനും പോയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും. അതായത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുമായിട്ട് വിളിക്കുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പോയി വിളിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതിനോടൊന്നും അത്ര വലിയ ഇഷ്ടം കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ആളുകളായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിൽ ഉണ്ടെങ്കിൽ എല്ലാവരിലും വരുന്നൊരു കാര്യം തന്നെയാണ് കൂട്ടത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കില്ല, ഒറ്റയ്ക്കായിരിക്കും ഇവർ ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഇവർ ചുറ്റും നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. അതായത് ആരെങ്കിലും ഇവരെ നോക്കുന്നുണ്ടോ, വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവർ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകളായിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാകുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർ മറ്റുള്ളവരെ നോക്കില്ല. അതായത് ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ അല്ലെങ്കിൽ അവരിങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഉള്ളിൽ ചെറിയൊരു കള്ളത്തരം, അതായത് ആരും കാണരുത് അല്ലെങ്കിൽ ആരും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അതായത് ആരെങ്കിലുമൊക്കെ എന്നെ നോക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവർ നോക്കുന്നുണ്ടോയെന്നൊന്നും അവർ നോക്കില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ആളുകളാണ്. അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരങ്ങനെ മറ്റുള്ളവർ നോക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രയും കണ്ട് ബോധേഡാവുന്ന ആളുകളായിരിക്കില്ല.
അങ്ങനെ അല്ലാത്തവർ, അതായത് ഫാമിലി ഒന്നും അറിയരുത് എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പ്രണയിക്കുന്നവർ സംസാരിക്കുന്ന സമയത്തൊക്കെ ചുറ്റും നോക്കുന്നതായിട്ട് ഇങ്ങനെ ചെറിയൊരു ടെൻഷനൊക്കെ അവരുടെ മുഖത്ത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട്, മീൻസ് അവർ ചെറിയൊരു ഇഷ്ടത്തിലാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ കാണുന്ന, അതായത് പ്രണയിക്കുന്ന ആളുകളിൽ കാണുന്ന കുറച്ച് സൈനുകളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രണയിക്കണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരാളായിരിക്കാം. അപ്പോൾ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് അറിയുന്നില്ല. ഇനിയിപ്പോൾ അവർ വേറെ ആരോടെങ്കിലൊക്കെ സംസാരിക്കുന്നത് കണ്ടു എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് എന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നേ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്